بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. പ്രിയപ്പെട്ടവരെ, 14 ജില്ലകളിൽ 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപന സുദിനമാണ് നാളെ. ഓരോ ഫലപ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ടവർക്ക് ആശയും ആശങ്കയും ഭയവും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നതാണ്. ദുനിയാവിൻ്റെ കേവലം 5 വർഷത്തെ അധികാരവുമായി ബന്ധപ്പെട്ട വിജയപരാജയങ്ങളെക്കുറിച്ച് പ്രതീക്ഷയും ഭയവും ഉത്കണ്ഠയും നമുക്കോരോരുത്തർക്കും ഉണ്ടാക്കുമെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിലെ വിചാരണ വേളയ്ക്ക് ശേഷമുള്ള ഫലപ്രഖ്യാപനത്തിൽ എന്തുമാത്രം ഭയവും ആശങ്കയും ഉത്കണ്ഠയും ഉള്ളവരാകണം നാം എന്ന് ഈ സന്ദർഭത്തിൽ ചിന്തിക്കൽ അത്യാവശ്യവും അനിവാര്യവുമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിജയപരാജയങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ ചെന്ന് അള്ളാഹുവിൻ്റെ കോടതിയിലെ വിചാരണ കഴിഞ്ഞ് അള്ളാഹു വിജയിയാര് പരാജിതനാര് എന്ന് പ്രഖ്യാപിക്കുമ്പോഴായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് വിജയപരാജയങ്ങൾ കുറച്ച് നാളുകൾക്കുള്ളതായിരിക്കും. ചിലർ സ്ഥാനാർത്ഥികളായി നിന്നുകൊണ്ട് ചില മേഖലകളിൽ വിജയിക്കും, ചിലപ്പോൾ പരാജയപ്പെടും. പരാജയപ്പെട്ടാലും വിജയം വീണ്ടും പ്രതീക്ഷിക്കാവുന്ന ലോകമാണ് ദുനിയാവ്. എന്നാൽ ഒരിക്കൽ പരാജയപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും വിജയിക്കാൻ സാധിക്കാത്ത ലോകമാണ് പരലോകം, അള്ളാഹുവിൻ്റെ കോടതി, മഹ്ശറ, വിചാരണ നാൾ. അതുകൊണ്ട് തന്നെ ഖുർആൻ അടിക്കടി നമ്മളോട് ഉണർത്തുന്നുണ്ട്, ആ പരലോകത്തെ വിചാരണയെ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ വിചാരണയെ നിങ്ങൾ ഭയക്കണം, അതിലായിരിക്കണം നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി അള്ളാഹു നമുക്ക് അവബോധം നൽകുന്നുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെ എല്ലാവരെയും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും ആ ദിവസത്തെ നിങ്ങൾ ഭയക്കുകയും ചെയ്യുകയും. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വ്യക്തമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉത്ബോധനം നൽകുന്നത്. നിങ്ങളെ എല്ലാവരെയും അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. ആ മടക്കപ്പെടുന്ന ദിവസം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ വിചാരണ ചെയ്യും. ആ വിചാരണ നാളിൽ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ആരെല്ലാം എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ ഈ ലോകത്ത് വെച്ച് ചെയ്തത് അത് മുഴുവനും വ്യക്തമായിട്ട് മനുഷ്യരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകും. നന്മയാണെങ്കിൽ നന്മയ്ക്ക് രക്ഷ, തിന്മയാണെങ്കിൽ തിന്മയ്ക്ക് പ്രതിഫലം ശിക്ഷ. വഹും ലാ യുളമൂൻ, ആരോടും ലവലേശം പോലും അക്രമം കാണിക്കാത്ത അള്ളാഹുവിൻ്റെ നീതിന്യായ വ്യവസ്ഥിതി നടക്കുന്ന വിചാരണ നാളാണതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ മനുഷ്യനും നാളേക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കം നടത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വേദഗ്രന്ഥത്തിലൂടെ നമുക്ക് ഉത്ബോധനം നൽകുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും ചെയ്യുവീൻ. വൽ തൻദുർ മാ ഖദ്ദം നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് ഓരോ മനുഷ്യരും നടത്തിയിട്ടുള്ളത് എന്ന് ഓരോ നിമിഷവും മനുഷ്യൻ ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങളുടെ അമലുകൾ മുഴുവനും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്, അവൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവീൻ, ഭയപ്പെടുവീൻ. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിൻ്റെ
ഉത്ബോധനങ്ങൾ മറന്നുകൊണ്ട് ജീവിച്ച മുൻഗാമികളിലെ ധിക്കാരികളും തെമ്മാടികളും കുറ്റവാളികളുമായ ആൾക്കാർ അള്ളാഹുവിൻ്റെ വിചാരണ നാളിനെ കോടതിയെ മറന്നുപോയതുപോലെ സത്യവിശ്വാസികളെ നിങ്ങൾ മറന്നു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുന്നു. മനുഷ്യൻ തൻ്റെ ഇഹലോക ജീവിതത്തിൽ ചെയ്ത സകല പ്രവർത്തനങ്ങളും അവൻ്റെ മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് വിചാരണയ്ക്ക് കളമൊരുക്കുമ്പോൾ കുറ്റവാളികളുടെ വിലാപം എന്തായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ വമാ അമിലത് മിൻ സൂ. ഓരോ മനുഷ്യനും ദുനിയാവിൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടിയ മുഴുവൻ നന്മകളും തിന്മകളും അവൻ്റെ മുമ്പിൽ ഹാജരാക്കി അവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു വിചാരണ നടത്തുന്ന നാളാണ് അള്ളാഹുവിൻ്റെ വിചാരണ നാള്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ആ നാളിൽ വിചാരണ നടത്തുമ്പോൾ പരാജിതരായി പോകുന്ന ആൾക്കാര് വിലപിക്കുന്ന വിലാപവാക്യം വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, തബദ്ദു, കുറ്റവാളികളായി പോയ ഓരോരുത്തരും അന്നാളിൽ കൊതിച്ചു പോകും. ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ, ഞങ്ങളുടെയും ഈ കുറ്റകൃത്യങ്ങളുടെയും ഇടയിൽ വളരെ അധികം വഴി ദൂരമുണ്ടായിരുന്നുവെങ്കിൽ, വളരെ അകലമുണ്ടായിരുന്നു എങ്കിൽ എന്ന് പ്രിയപ്പെട്ടവരെ, അന്ന് വിലപിച്ചിട്ടോ അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അള്ളാഹു അവൻ്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ അനുകമ്പയും ദയയും ഉള്ളവനാണ് എന്നിരിക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോക ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓരോ മനുഷ്യരോടും ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഖുർആൻ വാക്യങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? നാളെ മഹ്ശറിൽ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഈ ലോക ജീവിതത്തിൽ വെച്ച് നാം ചെയ്തിട്ടുള്ള സകല പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മുടെ മുമ്പിൽ അവിടെ ഹാജരാക്കി കാണിച്ചു തരും. എന്നിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തും, ഇതൊക്കെ നീ ഇന്ന ദിവസം, ഇന്ന സമയം, ഇന്ന മാസം, ഇന്ന വർഷം, ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്തതാണ്. ഭൂമിയുടെ റെക്കോർഡ് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾപ്പിച്ചു തരും. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്നാളിൽ ഭൂമി അതിൻ്റെ സംസാരങ്ങൾ സംസാരിക്കും. ഓരോ മനുഷ്യരും ഭൂമിയുടെ പുറത്തു വെച്ച് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തോ, എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്തോ, ആ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമൊക്കെ ഭൂമി അതിൻ്റെതായ ഭാഷയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സംസാരിക്കും. പരിശുദ്ധമായ ഖുർആനാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് വിജയികളുണ്ടാകും, അന്ന് പരാജിതരുണ്ടാകും. പരാജിതരിൽ പെട്ടുപോകാതിരിക്കാനാണ് ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെന്നും അവൻ്റെ പ്രവാചകന്മാർ നമുക്ക് വഴികാട്ടികളായി വന്നിട്ടുണ്ട് എന്നും ആ പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്ന സിറാത്തുൽ മുസ്തഖീമിലൂടെ, നേരായ മാർഗത്തിലൂടെ നാം മുന്നോട്ട് ചരിക്കണമെന്നും അടിക്കടി പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്മാര്, ഉത്ബോധകന്മാര് നാം ഓരോരുത്തരോടും ഉപദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അന്ന് വിജയികളായിട്ട് ആരൊക്കെയാണോ അള്ളാഹുവിൻ്റെ വിചാരണ കോടതിയിൽ നിന്നും റിസൾട്ട് ലഭിച്ചുകൊണ്ട് സന്തോഷിക്കുന്നത്, അവരുടെ മുഖങ്ങൾക്ക് വല്ലാത്ത തിളക്കമായിരിക്കും, അവരുടെ വദനങ്ങൾക്ക് വല്ലാത്ത തിളക്കമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യൗമ തബിയല്ലു വുജൂഹ്, അന്നാളിൽ ചില മുഖങ്ങൾ നല്ല വെളുത്ത് തിളക്കമുള്ളതായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിചാരണ കഴിഞ്ഞ് ആരൊക്കെയാണോ പരാജിതരായി തീരുന്നത്, പരാജയത്തിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങിച്ചുകൊണ്ട് റിസൾട്ടും വാങ്ങിക്കൊണ്ട് നരകത്തിലേക്ക് പോകേണ്ടുന്ന ആൾക്കാർ, അവർക്ക് അന്നാളിൽ അവരുടെ മുഖങ്ങളുടെ ഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. വതസ്വദ്ദു വുജൂഹ്, കറുത്തു കരുവാളിച്ചതായിരിക്കും. വുജൂഹു യൗമൈദിൻ മുസ്ഫിറ ലാഹികത്തുൻ മുസ്തബ്ശിറ, നല്ല തിളക്കമുണ്ടാകുന്ന, സന്തോഷ
സന്തോഷഭരിതമാകുന്ന ആഹ്ലാദ ചിത്തരാകുന്ന വദനങ്ങളുള്ള മുഖങ്ങളുള്ള മനുഷ്യർ അന്നാളിൽ ഉണ്ടായിരിക്കും. അവർക്ക് വിജയമാണ് അല്ലാഹുവിൻ്റെ കോടതിയിൽ നിന്നും ഫലപ്രഖ്യാപനമായിട്ട് ലഭിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ആ തിളക്കമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൻ്റെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തുകൊണ്ട് വിജയിക്കുന്നവർക്കും അവരുടെ അനുയായികൾക്കും ഉണ്ടാകുന്ന തിളക്കവും ആഹ്ലാദവും സന്തോഷവുമൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആഖിറത്തിൽ ആത്യന്തികമായി പടച്ച തമ്പുരാന്റെ കോടതിയിൽ നിന്നും സന്തോഷം ലഭിക്കുന്നവർക്കുണ്ടാകുന്ന, വിജയം ലഭിക്കുന്നവർക്കുണ്ടാകുന്ന ആ സന്തോഷം വല്ലാത്ത സന്തോഷമാണ്. അന്നേ ദിവസം അവരുടെ മുഖങ്ങൾ വല്ലാതെ തിളക്കമുള്ളതായിരിക്കും, സന്തോഷമുള്ളതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, തങ്ങളുടെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ട് അവർ വല്ലാതെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ, നേരെ മറിച്ച് മറ്റു ചിലരുടെ മുഖങ്ങളാണെങ്കിലോ കറുത്തു കരുവാളിച്ചതായിരിക്കും. യാതൊരു സന്തോഷവും ഉണ്ടാകില്ല, ദുഃഖഭരിതമായിരിക്കും. അവരെല്ലാം അല്ലാഹുവിൻ്റെ കോടതിയിൽ നിന്ന് ഫലപ്രഖ്യാപനം ലഭിച്ചപ്പോൾ പരാജിതരായി എന്നുള്ള റിസൾട്ട് ലഭിച്ചവരാണെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. വവുജൂഹു യൗമൈദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എത്ര വളരെ വ്യക്തമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടും വ്യക്തമായിട്ടുമാണ് പഠിപ്പിച്ചു തരുന്നത്. വവുജൂഹു യൗമൈദിൻ, അന്നാളിൽ ചില മുഖങ്ങൾ അലൈഹാ ഗബറ, ആ മുഖങ്ങളുടെ മേലെ പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും, കരുവാളിപ്പുണ്ടായിരിക്കും. തർഹഖുഹാ ഖതറ, അപമാനം ആ മുഖങ്ങളെ പൊതിഞ്ഞിരിക്കും. തല ഉയർത്തി മറ്റുള്ളവരിലേക്ക് നോക്കാനുള്ള മാനസികാവസ്ഥ അവർക്കുണ്ടാകുകയില്ല. അപമാന ഭാരത്താൽ, പരാജയ ഭാരത്താൽ തല കുനിഞ്ഞു പോകുന്ന, മുഖം കുനിഞ്ഞു പോകുന്ന കുറെ ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വിഭാഗം ആൾക്കാരും മഹ്ശറയിൽ ഉണ്ടാകുന്നത് ഈ ലോകത്ത് വെച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുമ്പോഴാണ്. ഈ ലോകത്ത് വെച്ചുള്ള അവരുടെ കർമ്മഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബോധ്യപ്പെടുത്തി നൽകുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, കർമ്മഫലങ്ങൾ അന്നാളിൽ ലഭിക്കുന്ന ആൾക്കാർ ഈ രീതിയിൽ വിജയികളാണ് എങ്കിൽ അന്നാളിലെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഭയങ്ങൾ, ആശങ്കകൾ, ഉത്കണ്ഠകൾ ഒന്നും അവരെ ബാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ വതതലഖാഹുമുൽ മലായിക ഹാദാ യൗമുകുമുൽ ലദീ കുന്തും തുഅദൂൻ. അന്നാളിൽ ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബറു, അല്ലാഹുവിൻ്റെ കോടതിയിൽ നിന്നും വിജയത്തിൻ്റെ റിസൾട്ട് ലഭിച്ച ആൾക്കാർക്ക് അന്നത്തെ ദുഃഖമോ ഭയമോ ലേവലേശം അവരെ ബാധിക്കുകയില്ല, അവരെ ഭയപ്പെടുത്തുകയില്ല. മറിച്ച് വതതലഖാഹുമുൽ മലായികത്തു, കാരുണ്യത്തിൻ്റെ മാലാഖമാരെ അവരെ എതിരേൽക്കാനുണ്ടായിരിക്കും, അവരെ വരവേൽക്കാനുണ്ടായിരിക്കും. അവരോട് പറയപ്പെടും, ഹാദാ യൗമുകുമുൽ ലദീ കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വിജയത്തിൻ്റെ സുദിനമാണെന്ന്, സന്തോഷത്തിൻ്റെ ദിനമാണെന്ന് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. നിങ്ങൾക്ക് സ്വർഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, പറുദീസയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗമാണ് എന്ന് പ്രിയപ്പെട്ടവരെ അന്നാളിൽ പറയും. അന്നാളിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മരേഖ നൽകുന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ. വലതുകരങ്ങളിൽ കർമ്മരേഖകൾ ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ ഇത്തരം ആൾക്കാരുടെ പരലോകത്തെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. ആർക്കാണോ തങ്ങളുടെ വലതുകരങ്ങളിൽ കർമ്മരേഖ ലഭിച്ചവര് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, അവർക്കവിടെ വലിയ വിചാരണ നേരിടേണ്ടി വരികയില്ല. വളരെ ലളിതമായ വിചാരണയായിരിക്കും അവർക്ക് അവിടെ നേരിടേണ്ടി വരുന്നത്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവരുടെ അഹിലുകാരിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക് സന്തോഷത്തോടുകൂടി അവർ സഞ്ചരിക്കുകയും അവർ ചെന്നെത്തിച്ചേരുകയും ചെയ്യുന്നതാണ് എന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൽ
ഖുർആനിലെ ഈ ആയത്ത് മഹാദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഓതിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താണ് മൽ ഹിസാബുൽ യസീർ? ഈ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ലളിതമായ വിചാരണ, ലഘുവായ വിചാരണ, അതെന്താണ് നബിയേ എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യൻദുറ ഫീ കിതാബിഹി, അല്ലാഹു ആ സത്യവിശ്വാസിയായ സൽക്കർമ്മകാരിയായ മനുഷ്യന്റെ കർമ്മപുസ്തകത്തിലേക്കൊന്ന് നോക്കും, ഫയതജാവസു അൻഹു, എന്നിട്ട് അത് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് അവന് സ്വർഗത്തിൻ്റെ പാസ് നൽകും. അതാണ് ലളിതമായ വിചാരണ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില നിസ്കാരങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥന നടത്തുമായിരുന്നു. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ, അല്ലാഹുവേ, നാളെ നിന്റെ കോടതിയിൽ എന്നെ നീ വിചാരണയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ലഘുവായ ലളിതമായ വിചാരണ നിന്റെ ഭാഗത്തു നിന്നും എന്നിൽ ഉണ്ടാകണേ തമ്പുരാനെ എന്ന്. പ്രിയപ്പെട്ടവരെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പടച്ച തമ്പുരാനോട് നമസ്കാരത്തിനു ശേഷവുമുള്ള പ്രാർത്ഥനകളിൽ അല്ലാഹുവേ, ലളിതമായ വിചാരണ എനിക്ക് നിന്റെ ഭാഗത്തു നിന്നും നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദിനേന രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിരവധി പാപങ്ങളിലായിട്ട് നാം ഓരോരുത്തരും കഴിഞ്ഞുകൂടുമ്പോൾ നാം എത്രത്തോളം പടച്ച തമ്പുരാനോട് ലളിതമായ വിചാരണയ്ക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുആകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ഓരോരുത്തരും മനമുരുകിക്കൊണ്ട് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യേണ്ടതാണ്. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ. എന്താണ് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലളിതമായ വിചാരണയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്, ഇന്നഹു മൻ നൂഖിഷൽ ഹിസാബ യൗമൈദി യാ ആയിഷ ഹലക. പ്രിയപ്പെട്ട ആയിഷ, അന്നാളിൽ ആരെങ്കിലും കഠിന വിചാരണയ്ക്ക് വിധേയരായി പോയി കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്ക, അവൻ ഹലാക്കില, അവൻ നാശത്തില. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹിഷറയിൽ കോടതിയിൽ ചെന്നെത്തുന്നതിന് മുമ്പായി ആ മഹിഷറയിലെ വിചാരണ ലഘുവായി തീരുന്നതിന് വേണ്ടി, അവിടെ വിജയിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ ഭൂമി ലോകത്ത് ജീവിതത്തിൽ നാം ഓരോരുത്തരും ഈ ലോകത്ത് വെച്ച് നിർവഹിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഉത്ബോധനങ്ങൾ, അതിനുവേണ്ടിയാണ് ഉപദേശങ്ങൾ, അതിനുവേണ്ടിയാണ് സൽക്കർമ്മങ്ങൾ, അതിനുവേണ്ടിയാണ് സാരോപദേശങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ദിവസത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും മറന്നു പോകല്ലേ. നേരെ മറിച്ച് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയെക്കുറിച്ച് ഭയമില്ലാത്തവർ, വിചാരണ നാളിനെ കുറിച്ച് പേടിയില്ലാത്തവർ, അതിനെക്കുറിച്ച് വേണ്ടുന്ന രീതിയിൽ ബോധമില്ലാത്തവർ, ഈ ലോകത്ത് എങ്ങനെയും ജീവിക്കാം, ഞങ്ങൾ പൂർണ്ണ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളയുന്നവർ, ദീനിൻ്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കാതെ തോന്നിവാസ ജീവിതം നയിച്ചവർ, അവരും ആ മഹിഷറയിൽ എത്തിച്ചേരും. അള്ളാഹു അവരെയും വിചാരണ നടത്തും, അവരുടെ കർമ്മരേഖകളും അവർക്ക് അള്ളാഹു കൈമാറ്റം ചെയ്യും. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാളിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. അന്നാളിൽ ഇടത് കൈയിൽ കർമ്മരേഖകൾ ലഭിച്ച ആൾക്കാർ അവരുടെ കർമ്മ പുസ്തകം തുറന്നു നോക്കി വായിച്ചിട്ട് ഇതിൽ ഒന്നുപോലും വിട്ടുപോയിട്ടില്ലല്ലോ, ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളിലും ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ച് നിലവിളിക്കുന്ന വിലാപത്തിൻ്റെ വർത്തമാനം അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവർ നിലവിളിക്കുന്നത്? യാ ലൈതനി ലം ഊത കിതാബിയ, ഇന്ന് എൻ്റെ കർമ്മരേഖ എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഭാഗ്യവാനായേനെ. വലം അദ്രി മാ ഹിസാബിയ, ഈ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതെ ഇരുന്നിരുന്നു എങ്കിൽ യാ ലൈതഹാ കാനത്തിൽ ഖാളിയ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നു എങ്കിൽ മാ അഗ്നാ അന്നി മാലിയ, എനിക്ക് ആവശ്യം പോലെ സമ്പത്തുണ്ടായിരുന്നു, അതൊന്നും ഇന്ന്
എനിക്ക് ഉപകരിക്കുന്നില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, എനിക്ക് അധികാരങ്ങൾ ഉണ്ടായിരുന്നു, ആ അധികാരമൊന്നും എനിക്കിന്ന് രക്ഷയ്ക്ക് വേണ്ടി എത്തിച്ചേരുന്നില്ലല്ലോ. ഈ രീതിയിൽ പ്രിയപ്പെട്ടവരെ വിലാപത്തിന്റെ വർത്തമാനങ്ങൾ ആ മഹ്ശറയിൽ വെച്ച് ഓരോ കുറ്റവാളികളായ മനുഷ്യരും അവരുടെ കർമ്മരേഖകൾ അവരുടെ ഇടം കൈയിലേക്ക് ലഭിക്കുമ്പോൾ വിലപിക്കുന്ന വിലാപവാക്യമായിട്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വർഗവാസികളെയും നരകവാസികളെയും വിചാരണയ്ക്ക് ശേഷം തിരിക്കുകയാണ്. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഗീർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, മറുവിഭാഗം നരകത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, അന്നാളില് അവിടെ കുടുംബ ബന്ധമുണ്ടാകുകയില്ല. മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധം മറന്നു പോകുന്ന ലോകം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മറന്നു പോകുന്ന ലോകം, ഗുരുനാഥന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം മറന്നു പോകുന്ന ലോകം, ഒരു മാതാവിൻ്റെ ഉദരത്തിൽ നിന്നും പിറവികൊണ്ട സഹോദരന്മാർ അവരുടെ പരസ്പര സാഹോദര്യം മറന്നു പോകുന്ന ലോകം. അതാണ് പ്രിയപ്പെട്ടവരെ മഹ്ശറയിലെ വിചാരണയ്ക്ക് ശേഷമുള്ള ലോകം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമൈദിൻ വലാ യതസാഅലൂൻ. വിചാരണ നാളിന് വേണ്ടിയുള്ള കാഹളമൂത്തുണ്ടായി കഴിഞ്ഞാൽ, ആ വിചാരണ കഴിഞ്ഞു കഴിയുമ്പോൾ ആരും പരസ്പരം ആരെയും ശ്രദ്ധിക്കുകയില്ല. ഫലാ അൻസാബ ബൈനഹും, അവരുടെ ഇടയിൽ നസബയില്ല, കുടുംബ ബന്ധമില്ല, സഹോദര്യ ബന്ധമില്ല, മാതാപിതാക്കൾ പുത്രബന്ധമില്ല, എല്ലാം അവിടെ അവസാനിക്കുകയാണ്. വലാ യതസാഅലൂൻ, പരസ്പരം ചോദിച്ചിട്ട് കാര്യവുമില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മാതാപിതാക്കൾ മക്കൾക്കോ മക്കൾ മാതാപിതാക്കൾക്കോ ഒരു ഉപകാരവും ചെയ്യാത്ത ലോകമാണ് മഹ്ശറ. വേണമെങ്കിൽ ഈ ലോകത്ത് വെച്ചതെല്ലാം നേടിയെടുത്തു കൊള്ളണം. അവിടെ ചെന്നിട്ട് പൊന്നുമോനെ കാണുമ്പോൾ വാപ്പ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുമെന്നോ, കാരുണ്യത്തിൻ്റെ സംസാരിക്കുമെന്നോ ആർക്കും പ്രതീക്ഷ വേണ്ട. പ്രിയതമയായ ഭാര്യ സ്നേഹത്തോടുകൂടി തന്നെ വിളിക്കുമെന്നോ, തന്നോട് സംഭാഷണം നടത്തുമെന്നോ എന്ന പ്രതീക്ഷ ആർക്കും വേണ്ട. മക്കള് പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വർത്തമാനങ്ങൾ പറയും എന്നുള്ള ഒരു പ്രതീക്ഷ ആർക്കും വേണ്ട പ്രിയപ്പെട്ടവരെ. കാരണം എന്താ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ ഹുവ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. യാ അയ്യുഹന്നാസ്, എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നതിന് വേണ്ടി ഒരുക്കി തന്ന പടച്ച തമ്പുരാൻ അവൻ്റെ അടിമകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്തഖൂ റബ്ബക്കും, ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ, അവന് ഭയന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. വഹ്ശൗ യൗമൻ, ഒരു ദിവസം നിങ്ങൾക്ക് വരാനിരിക്കുന്നു, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ. മാതാപിതാക്കൾ മക്കൾക്കോ മക്കൾ മാതാപിതാക്കൾക്കോ യാതൊരു വിധമായ ഉപകാരവും ചെയ്യാത്ത ദിവസമാണ് ആ ദിവസം. മാത്രമല്ല സഹോദരങ്ങളെ, ഉപകാരം ചെയ്യുകയില്ല എന്നു മാത്രമല്ല അല്ലാഹു പറയുന്നത്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ആ നാളിൽ കാണുമ്പോൾ തന്നെ അകന്നു പോകുന്ന അവസ്ഥ, കാണുമ്പോൾ തന്നെ ഓടി ഒളിക്കുന്ന അവസ്ഥ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സഹോദരനിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ലോകമാണത്. സ്വർഗത്തിലേക്ക് ചിലർക്ക് പാസ് കിട്ടി സ്വർഗത്തിലേക്ക് പോകുന്ന അണികൾ, നരകത്തിലേക്ക് പാസ് കിട്ടിയ ആൾക്കാർ ഉൾപ്പെടാതെ മാറി നിന്നുകൊണ്ട് കുറ്റബോധത്തോടുകൂടി നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ മഹ്ശറയിൽ തൻ്റെ കൂടപ്പിറപ്പുകളിൽ ചില സ്വർഗത്തിലേക്ക് പാസ് കിട്ടി പോകുമ്പോൾ ഈ സഹോദരന്മാർ വിളിക്കും, നമ്മളെന്നും ദുനിയാവിൽ വെച്ച് സഹോദര ബന്ധത്തിലായിരുന്നില്ലേ, ഒരു മാതാപിതാക്കളുടെ മക്കളായിരുന്നില്ലേ, ഞാനിപ്പോൾ നരകത്തിൽ പോകുന്നു, എന്നെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലും ഒരു റെക്കമെൻഡ് നീ നടത്തുമോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നത്, ഇവിടെ ആരും ആർക്കും ശുപാർശ ചെയ്യുന്ന ലോകമല്ല, ബന്ധങ്ങൾ ഓർക്കുന്ന ലോകമല്ല, സെൻറ്റിമെൻസുകൾ ഉള്ള ലോകമല്ല, അതെല്ലാം ദുനിയാവിൽ വെച്ചായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈയടിയുന്ന
അള്ളാഹുവിൻ്റെ മഹ്ശറയാണ് പ്രിയപ്പെട്ടവരെ. യൗമ ലാ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീഹി. എത്ര സ്നേഹത്തോടു കൂടിയാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തിയത്, അവർക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തത്. നല്ല നല്ല ആഹാരങ്ങൾ വേണമെന്ന് വാശി പിടിക്കുമ്പോൾ അത് വാങ്ങിക്കൊടുക്കാൻ മാതാപിതാക്കൾ ഈ ലോകത്ത് വെച്ച് തയ്യാറായിരുന്നു. ഒരു മക്കളും അപകടത്തിൽ ചെന്ന് ചാടുന്നതിന് ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ അപകടമുണ്ടായി ശരീരത്തിന് മുറിവേൽക്കുമ്പോൾ ഉറക്കമൊഴിച്ചുകൊണ്ട് തൻ്റെ സകല സുഖങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും പണം ചെലവാക്കുന്നതിനും വേണ്ടി സമയം കണ്ടെത്തിയിരുന്നവർ, സമ്പത്ത് കണ്ടെത്തിയിരുന്നവർ, നാളെ അള്ളാഹുവിൻ്റെ മഹ്ശറിൽ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആളുകളെ വേർതിരിക്കപ്പെട്ടിട്ട് മക്കൾ നരകത്തിലേക്ക് പോയിരുന്ന കാഴ്ച മാതാപിതാക്കൾ സ്വർഗവാസികളായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടായിട്ടുള്ള ആ മാതാപിതാക്കൾ കാണുമ്പോൾ ഈ മക്കളുടെ ദുരവസ്ഥയോർത്തുകൊണ്ട് സങ്കടം വരികയില്ല, ദുഃഖം വരികയില്ല, അവർക്ക് വേണ്ടി സംസാരിക്കുകയില്ല, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുകയില്ല. അങ്ങനത്തെ ലോകമാണ് പ്രിയപ്പെട്ടവരെ ആഖിറം, അങ്ങനത്തെ ലോകമാണ് പ്രിയപ്പെട്ടവരെ മഹ്ശറ. അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നരകത്തിൽ നിന്നും സൂക്ഷിക്കേണ്ടവരെയും രക്ഷപ്പെടുത്തേണ്ടവരെയും ഈ ഭൂമി ലോകത്തുള്ള ജീവിതത്തിൽ വെച്ചാണ് രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതി, ആ കോടതിയിലെ കണക്കെടുപ്പ്, ആ കോടതിയിലെ റിസൾട്ട് പ്രഖ്യാപനം, ഇതൊക്കെ നാളെ റിസൾട്ട് പ്രഖ്യാപനം കാത്തിരിക്കുന്ന നമ്മൾ ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്നുള്ള റിസൾട്ടാണ് യഥാർത്ഥ റിസൾട്ട്. അവിടെയാണ് യഥാർത്ഥ വിജയി ആര്, പരാജിതനാര് എന്ന് തിരിച്ചറിയുന്നത്. നാളത്തെ റിസൾട്ട് വെറും 5 വർഷത്തേക്കുള്ള റിസൾട്ട്. ഇടയ്ക്ക് കാലുവാരിയാൽ പിന്നെയും തിരഞ്ഞെടുപ്പ് വരും, പിന്നെയും വോട്ടിങ് വരും, പിന്നെയും വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ വിജയമുണ്ടാകൂ, ഒരേ ഒരു പ്രാവശ്യം മാത്രമേ പരാജയമുണ്ടാകൂ. അതുകൊണ്ട് അങ്ങനെയുള്ള നാളിനെ വല്ലാതെ പേടിച്ചു കഴിയണമെന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമി സ്വലാത്തി വഇതാഇ സകാത്ത് വയഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ അബ്സാറു വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ പരലോകത്തെയും മഹ്ശറയെയും വിചാരണ കോടതിയെയും ഭയന്നു കഴിഞ്ഞ സഹാബി വര്യന്മാരെ കുറിച്ച് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. റിജാലുൻ, അവരൊക്കെ ആൺകുട്ടികളായിരുന്നു. ലാ തുൽഹിഹിം, അവർക്ക് മുടക്കം വരുത്തിയിരുന്നില്ല. തിജാറത്തുൻ വലാ ബൈഉൻ, അവരുടെ കച്ചവടങ്ങളോ അവരുടെ വ്യവഹാരങ്ങളോ ഇതൊന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അന്തിക്കിരില്ല. അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അവർക്ക് മുടക്കം വരുത്തിയിരുന്നില്ല. വൈഖാമി സ്വലാ വഇതാഇ സകാത്ത്, കൃത്യമായി നിസ്കരിക്കുന്നതിനെ തൊട്ട് ദാനധർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിനെ തൊട്ട് ഒന്നും അവർക്ക് മുടക്കം വരുത്തിയിരുന്നില്ല. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര വഖ്ത് നിസ്കാരമാണ് നാം ഒഴിവാക്കുന്നത്, അല്ലെങ്കിൽ കളാക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, തിരഞ്ഞെടുപ്പായാലും വ്യവഹാരങ്ങളായാലും കച്ചവടങ്ങളായാലും യാത്രകളായാലും മരിപ്പാണെങ്കിലും കല്യാണമാണെങ്കിലും മറ്റ് ഏതെല്ലാം ദുനിയാവിൻ്റെ വ്യവഹാരങ്ങളുണ്ടോ, ദുനിയാവിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, ലാ തുൽഹിഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട് അവനെ അനുസരിക്കുന്നതിനെ തൊട്ട്, വൈഖാമി സ്വലാ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിനെ തൊട്ട് അതൊന്നും അവർക്ക് തടസ്സമാകുകയില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത്, വയഖാഫൂന യൗമാ, ഒരു ദിവസത്തെ അവർ വല്ലാതെ ഭയക്കുന്നവരാണ്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ,
ഹൃദയങ്ങളും മനസ്സുകളും ഇളകി മറിയുന്ന, വല്ലാതെ ഭയം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിലായി പോകുന്ന, കണ്ണുകൾ തുറച്ചു പോകുന്ന മഹ്ശറാ നാളിനെ കുറിച്ച് അവർക്ക് ഭയമുണ്ടായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വലിയ ധീരനാണല്ലോ, ഒരുപാട് ധൈര്യമുള്ള ആളാണല്ലോ. പക്ഷേ എത്ര രാത്രികളിലാ ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മഹ്ശറയെ കുറിച്ച് ഓർത്തുകൊണ്ട് വല്ലാതെ കരഞ്ഞുകൊണ്ട് ബോധരഹിതനായി ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ശയ്യാവലംബനായി കഴിഞ്ഞുകൂടിയത്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയുമല്ലോ. ഒരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി സമയം തൻ്റെ വിറുതുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൂർ അങ്ങോട്ട് ഓതുകയാണ്. വത്തൂർ വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ വൽ ബൈത്തിൽ മഅമൂർ വസ്സഖഫിൽ മർഫൂഅ് വൽ ബഹരിൽ മസ്ജൂർ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ്. ആകാശത്തെയും ആഴിയെയും സാക്ഷിയാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിനെയും ആ ഖുർആനിൻ്റെ ആയത്തുകളെയും സാക്ഷിയാക്കിക്കൊണ്ട് അള്ളാഹു സത്യം ചെയ്തു പറയുന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ ശ്രദ്ധ ചെല്ലുമ്പോൾ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ്, തീർച്ചയായും നാളെ നിന്റെ റബ്ബിൻ്റെ കോടതിയിലുള്ള വിചാരണയും അതിനുശേഷമുള്ള ശിക്ഷയുമുണ്ടല്ലോ. ലവാഖിഉൻ, അത് സംഭവിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. മാലഹു മിൻ ദാഫിഅ്, അതിനെ തടയാൻ ആരുമുണ്ടാകുകയില്ല എന്ന് പടച്ച തമ്പുരാൻ പ്രഖ്യാപിച്ച ആയത്തിൻ്റെ അർത്ഥം അങ്ങോട്ട് മനസ്സിലാക്കിയപ്പോൾ ഫബക്കാ ബുകാ വഷ്തദ്ദ ബുകാഉഹു, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. കരച്ചിലിൻ്റെ ആധിക്യം കാരണത്തോളം ഹത്താ മരിള, ദിവസങ്ങളോളം രോഗിയായി കഴിയുകയാണ്. വഅദുഹു, സഹാബാക്കൾ അമീറുൽ മുഅ്മിനീനാകുന്ന ഉമർ ഫാറൂഖിനെ സന്ദർശിക്കാൻ വരികയാണ്. കൂട്ടത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ചോദിക്കുകയാണ്, മസ്സറല്ലാഹു ബിക്കൽ അംസാർ വഫതഹല്ലാഹു ബിക്കൽ ഫുതൂഹ്. മിസ്ർ ഉൾപ്പെടെയുള്ള എത്ര രാജ്യങ്ങളാ നിങ്ങളുടെ അധികാരത്തിൻ്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ കൊടിക്കീഴിൽ വന്നത്. നിങ്ങൾ അത്രയും വലിയ ധീരനായിരുന്നല്ലോ, നിങ്ങൾ അത്രയും നല്ല ഭരണാധികാരിയായിരുന്നല്ലോ. വഫതഹല്ലാഹു ബിക്കൽ ഫുതൂഹ്, ഒരുപാട് രാഷ്ട്രങ്ങളുടെ വിജയം നിങ്ങളുടെ കരങ്ങളിലൂടെയാണല്ലോ ഉണ്ടായത്. പിന്നെന്താ ഇങ്ങനെ നിങ്ങൾ രോഗിയായി പോയത്? പിന്നെ എന്താ ഇങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി കഴിയുമ്പോൾ നിങ്ങൾ ബോധരഹിതനായി നിലംപതിക്കുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ ഫഖാല ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വദിത്തു അന്നീ അൻജു ലാ അജ്റ വലാ വസ്റാ. പ്രിയപ്പെട്ട അബ്ദുല്ലാ, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഈ പാവപ്പെട്ട ഉമറിനെ ഹാജരാക്കുമ്പോൾ, അള്ളാഹു വിചാരണ നടത്തുമ്പോൾ ഈ ഉമറിൻ്റെ പ്രതിഫലമൊന്നും വേണ്ട അബ്ദുല്ലാ, ഈ ഉമറിന് ശിക്ഷയൊന്നും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്നും ലഭിക്കാതിരുന്നാൽ മതി അബ്ദുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയാകേണ്ടത്. അതുപോലെ എത്ര സഹാബാക്കളാണ്, ആ സഹാബി വര്യന്മാർ നമുക്ക് മാതൃകയാകണം. അള്ളാഹുവിൻ്റെ മഹ്ശറയെ കുറിച്ചുള്ളവരുടെ ചിന്ത എങ്ങനെയായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദിനേന ഫാത്തിഹയിൽ എത്ര പ്രാവശ്യമാണ് ഓതുന്നത്? മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ തമ്പുരാനെ എന്ന്. ആ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനായ, വിചാരണ നാളിൻ്റെ ഉടമസ്ഥനായ തമ്പുരാനെ കുറിച്ച് നമ്മൾ ഫാത്തിഹയിൽ ദിനേന 5 നേരത്തെ നിസ്കാരത്തിൽ 17 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് നാം ഓരോരുത്തരും പാരായണം ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മളുടെ വ്യവഹാരങ്ങൾ എല്ലാം നന്നാകുന്നതിന് ആ ഒരു വാക്ക് കാരണമാകേണ്ടതുണ്ട്. അതായിരുന്നു സഹാബത്തിനുണ്ടായിരുന്നത്. മഹാനായ സയ്യിദ് ഇബ്നു സംദ റളിയല്ലാഹു അൻഹു വിചാരണയെക്കുറിച്ച് ഓർക്കുമ്പോൾ ബോധരഹിതനായി പോകുന്ന അവസ്ഥ
അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടായിരുന്നത്. അങ്ങനെ എത്രയെത്ര സഹാബാക്കളുടെ ചരിത്രമാണ്, എത്രയെത്ര മഹാന്മാരുടെ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്, നമുക്ക് മുമ്പിൽ പറയാനുള്ളത്. ആ മഹാന്മാരെയൊക്കെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്നീ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറു പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെ സ്വാലിഹായ അമൽ ഉൾപ്പെടുത്തി നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകുന്നതിന് നിമിത്തമായ ഒരു സാരോപദേശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രഭാഷണത്തെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇൽമിൽ, നമ്മുടെ അമലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധനവും ഇഖ്ലാസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.